ഡാർലിംഗ് ഈ വർഷം പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് റൊമാൻസ് കോമഡി സിനിമയാണ്. ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഇതിനകത്ത് ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നായിക എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു മൾട്ടിപ്പിൾ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു കോമഡി റൊമാൻസ് സിനിമയാണിത്. അപ്പം ഇതിനകത്തെ നായകൻ രാഘവ എന്ന് പറയുന്ന ക്യാരക്ടർ കൊച്ചുനാൾ മുതലേ അതായത് ഒരൊറ്റ ജീവിത ലക്ഷ്യമായിട്ട് നടക്കുന്ന ഒരു പയ്യനാണ്. അതായത് വലുതാകുമ്പോൾ കല്യാണം കഴിച്ചിട്ട് ഹണിമൂണ് പാരീസിൽ പോവുക എന്നുള്ളത്. അപ്പം അങ്ങനെ വളർന്നു ജോലിയൊക്കെ കിട്ടി കല്യാണപ്രായമായപ്പോൾ പെണ്ണിന് കിട്ടാനില്ല. പലയിടത്തും പോയി പ്രൊഫസർ നല്ല ജോലിയുണ്ട്, സാലറി ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ പെണ്ണില്ല. അപ്പം വീട്ടുകാർ ഫാമിലി അച്ഛനും അമ്മയും കൂടെ കണ്ടുപിടിച്ച ഒരു പെൺകുട്ടി ആ കല്യാണ ദിവസം വേറൊരാളുടെ കൂടെ പോകുന്നു. അങ്ങനെ ആ ഒരു ഡിപ്രഷൻ അടിച്ചിട്ട് നമ്മളുടെ നായകൻ സൂയിസൈഡ് ചെയ്യാനായിട്ട് ഒരു സൂയിസൈഡ് പോയിന്റിൽ ചെല്ലുന്നു. അവിടെ വെച്ചിട്ട് ആനന്ദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കാണുന്നു, ഒരു പെൺകുട്ടിയെ കാണുന്നു. അങ്ങനെ രാവിലെ 6 മണിക്ക് 9 മണിയാകുമ്പോൾ ഇവർ കല്യാണം കഴിക്കുകയാണ് വീട്ടിൽ പോയിട്ട്. അതായത് എല്ലാം പടപടേന്ന് കല്യാണം കഴിക്കുന്നു. അതായത് എന്നാൽ കല്യാണം കഴിക്കുക എന്നുള്ള രീതിയിൽ ആനന്ദിയും പറയുന്നു ഓക്കെ എല്ലാം സ്പോണ്ടേനിയസ് ആണെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നു. പക്ഷേ കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് രാഘവ മനസ്സിലാവുന്നത് താൻ ഉദ്ദേശിച്ച പോലെ ലൈഫല്ല തൻ്റെ ലൈഫിൽ നടക്കുന്നതെന്നുള്ളത്. അങ്ങനെ അതായത് രാത്രിയാവുമ്പം ആനന്ദിക്ക് ഒരു സ്വഭാവ വ്യത്യാസം വരുന്നു. രാഘവ എടുത്തിട്ട് ഇടിക്കുന്നു. അതങ്ങനെ പോകുന്ന സമയത്ത് രാഘവ മനസ്സിലാക്കുകയാണ് നമ്മളുടെ ആനന്ദിക്ക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. ഈ ഇടിക്കുന്ന ക്യാരക്ടർ ആദി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ആദി ആനന്ദിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് എന്നുള്ളത്. അങ്ങനെ ഈ ഒരു ആനന്ദിയും ഈ ആദിയും തമ്മിലുള്ള അതിൽ രണ്ടും കൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ആ ഒരു സമയത്ത് അപ്പം എന്താണോ ഈ ആദി എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഉണ്ടാവുള്ള കാരണം അത് കണ്ടുപിടിച്ചിട്ട് അത് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദി എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഇല്ലാതാകും എന്നുള്ള രീതിയിൽ പോകുന്നു. അത് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കുമ്പോഴാണ് ഒരു പേഴ്സണാലിറ്റി അല്ല ആനന്ദിക്ക് ഉണ്ടായിരുന്നത്, 5 പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് 5 പേഴ്സണാലിറ്റി ആനന്ദി എന്ന് പറയുന്ന നായികയ്ക്കുണ്ട്. അപ്പം എല്ലാവരും പറയുന്നു ഓക്കെ നമുക്കിത് പറ്റില്ല, ആനന്ദി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാര്യ ഒഴിവാക്കുക എന്നല്ല കൂട്ടുകാരെല്ലാം പറയുന്നു. അതായത് ആനന്ദിക്ക് ഒഴിച്ച് ബാക്കി പേഴ്സണാലിറ്റിക്ക് ഒന്നും ഇവർ തമ്മിൽ ചേർന്ന് പോകുന്ന ഇഷ്ടമല്ല. ഇവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ബാക്കി പേഴ്സണാലിറ്റി എല്ലാം ആനന്ദിയുടെ പേഴ്സണാലിറ്റീസ് എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം രാഘവ പറയുന്നില്ല ഞാനിതെങ്ങനെയും സോൾവ് ചെയ്യും, ആനന്ദിയെ വേണം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതും ഇതെന്താണ് ഇങ്ങനൊരു പേഴ്സണാലിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്ന് കണ്ടുപിടിക്കുന്നതും അങ്ങനെ പോകുന്നതും ഈ ആദിയും ബാക്കിയുള്ള പേഴ്സണാലിറ്റിയും കൂടെ രാഘവയ്ക്ക് പണി കൊടുക്കുന്നതും അതെല്ലാം സോൾവ് ചെയ്ത് പോകുന്നതുമാണ് ഈ ഒരു സിനിമ കാണിച്ചു പോകുന്നത്. അത് ഇമോഷണൽ സീൻസൊക്കെ വളരെ നന്നായിട്ട് തന്നെയുണ്ട്. ഇത് നമ്മൾ യൂഷ്വലി കാണാറുള്ള പോലെ അങ്ങനെ ഒരു നായികയ്ക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും അല്ല എന്ന് നമ്മളൊരു സമയമാകുമ്പോൾ മനസ്സിലാവും. നമ്മൾ യൂഷ്വലി കാണാറുള്ള നായിക ഭയങ്കര സഫർ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. അതുണ്ടാവാനുള്ള കാരണങ്ങളൊക്കെ കറക്റ്റായിട്ട് ലാസ്റ്റിൽ കാണിച്ചു പോകുന്നുമുണ്ട്. പിന്നെ അവസാനം നമ്മൾ യൂഷ്വലി കാണാറുള്ള പോലെ ഒരു ഹാപ്പി എൻഡിങ്, അതായത് ആനന്ദിയും നമ്മുടെ രാഘവയും ഒന്നിക്കുന്നു എന്നുള്ള ആ ഒരു സാധനത്തിൽ ഹാപ്പി എൻഡിങ് സിനിമയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ നമ്മൾ യൂഷ്വലി കാണാറുള്ള റൊമാൻസ് കോമഡി സിനിമകൾ. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഇൻസ്പയർ ആയിട്ടായിരിക്കും. ഞാൻ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള സിനിമകളൊന്നും കണ്ടിട്ടില്ല, എങ്കിലും എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളതാണ്. പക്ഷേ ഒരു വെറൈറ്റി എക്സ്പെരിമെൻ്റ് ആണ് ഇവർ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ആക്ട്രസ് തന്നെ ഈ ഒരു 5 ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. പക്ഷേ അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 5 ഡിഫറെൻറ്റ് 5 തലത്തിൽ നിൽക്കുന്ന പേഴ്സണാലിറ്റീസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ അത് 5 അല്ല 6 എണ്ണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഓരോന്നും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു ഫീൽ ഗുഡ് മൂവി അല്ലെങ്കിൽ വൺ ടൈം വാച്ചബിൾ കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ടാണ് ഇതിനെനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും നല്ലൊരു സിനിമയാണ്, നിങ്ങൾ കണ്ടു നോക്കുക. ഡാർലിംഗ് 2024 തെലുങ്കിൽ ഇറങ്ങിയ സിനിമയാണ്. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ ഗൈസ്.